ഇത് സത്യസന്ധമായും നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ചർച്ച ചെയ്യണം. വീട്ടിലെത്തുമ്പോൾ 10 മണിയാവുന്ന കുട്ടിക്കോ, ചിലർ 11 ആകുമ്പോഴേക്കും എത്തുമല്ലോ. അതൊന്നും ഒരു വലിയ വൈകിന്നൊന്നും പറയണ്ട. 11 മുതൽ 11:30 വരെ ഈ കാര്യം ഡിസ്കസ് ചെയ്യണം. ഈ പറഞ്ഞ ശരിയാണോ? ഇവന് തുല്യത ഒരാളുണ്ടോ? നിങ്ങൾ ആരെവിടെ അണി നിർത്തിക്കോ, മഹാത്മാഗാന്ധിയെയോ നെഹ്റുവിനെയോ ആരെവിടെ അണി നിർത്തിക്കോ, ഇവന് തുല്യൻ ആരുമില്ല. അവൻ ജനിച്ചതുപോലെ ആരും ഇവിടെ ജനിച്ചിട്ടില്ല. അവനെ കുറ്റം ചുമത്താനും അവനെ പിടിക്കാനും വേണ്ടി ഒരു ഗ്രൂപ്പിനെ പുരോഹിതന്മാർ നിയമിച്ച് പുറകെ വിട്ടു. കുറെ നാളായിട്ട് അവരെ കാണുന്നില്ല. ഉടനെ ഇവര് പുറകെ ചെന്നു. നിങ്ങളെ ഒരു ദൗത്യം പ്രകടിപ്പിച്ചു വിട്ടതല്ലേ, എന്നാ കാണാത്തെ? വിളിച്ചു മാറ്റി ചോദിച്ചാൽ പറയാ, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. അപ്പൊ അവര് ചോദിച്ചു, അപ്പൊ നിങ്ങളും ആ കൂടെ കൂടിയോ? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കുറ്റം ചുമത്താൻ വരുന്നവർ പോലും അവന്റെ വിശുദ്ധിയുടെ മുമ്പിൽ, അവന്റെ നീതിയുടെ മുമ്പിൽ, അവന്റെ ദൈവത്വത്തിന്റെ മുമ്പിൽ, ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ ചരിത്രമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ വിമർശിക്കാനെങ്കിലും ഈ പ്രസംഗം കേട്ടോ, കുറ്റം കണ്ടുപിടിക്കാനെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കൂ. എങ്കിൽ ഈ സന്ദേശം തീരുമ്പോഴേക്കും നീ വിചാരിച്ച ആളല്ലവനെന്ന് നീ ഒന്നുകൂടെ മനസ്സിലാക്കി വീണവനെ നമസ്കരിക്കാൻ തുടങ്ങും. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് നീ തിരിച്ചറിയും. ഹല്ലേലൂയ. അവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. അവൻ പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല. അവൻ പ്രസംഗിച്ചതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല. അവൻ പ്രവർത്തിച്ചതുപോലെ ആരും പ്രവർത്തിച്ചിട്ടില്ല. അവൻ മരിച്ചതുപോലെ മരിച്ചിട്ടില്ല. 1000 കാര്യം അവനെ കുറിച്ച് പറയാനുണ്ട്. അവനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ യേശുവിനെ പ്രസംഗിക്കുന്നത് എത്രയോ അഭിമാനം ആണ്. ഈ കർത്താവിന്റെ അതിശ്രേഷ്ഠമായ ആ വ്യക്തിത്വത്തിന്റെ പ്രഭാവം, അവന്റെ അതുല്യത, 5 കാര്യം ഒന്നാമത് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ കാര്യം, ഉത്തരം പറയുന്നതിൽ അവൻ നിസ്തുലനാണ്. നമുക്ക് നോക്കാം വാക്യം 4, 5, 6 വായിച്ചാട്ടെ. അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇതാണ് ചോദ്യം. അടുത്തത് വായിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. നന്നായി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം പറയാൻ പോവുകയാണ്. ഉത്തരം പറയാൻ പറ്റാത്ത സൈസ് ചോദ്യം നിങ്ങൾ എപ്പോഴും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങളിപ്പോ ഈ യോഗത്തിന് വന്ന് ഈ വാതിക്കെ നിൽക്കുമ്പോ വേറൊരാൾ വന്ന് കയ്യെ പിടിച്ചിട്ട് എപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങി, ഒരാഴ്ചയായോ എന്ന് ചോദിച്ചാൽ തലയാട്ട് ഒരാഴ്ച ആയോ? ഇല്ല, ഒരാഴ്ച ആയില്ലെന്ന് പറഞ്ഞാൽ ചേർന്നല്ല. ഒരാഴ്ച ആയെന്ന് പറഞ്ഞാലോ? അപ്പൊ ഒരു ഉത്തരം പറയാൻ മേലാത്ത സൈസ് ഒരു ചോദ്യമല്ലേ അത്? അല്ലെ പിന്നെ ജയിലിൽ കിടന്ന ആളായിരിക്കാം. ഇങ്ങനെ ഉത്തരം പറയാൻ മേലാത്ത സൈസ് ചോദ്യം ചോദിക്കാൻ നല്ല സാമർഥ്യമുള്ള ആൾക്കാരുണ്ട്. ഇതാ യേശുവിന്റെ മുമ്പിൽ ഒരു ചോദ്യം. ഗുരു, ഈ സഹോദരിയെ, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുക. നീ ഇതിനെ കല്ലെറിയണമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണം 100 കൈ പിടിച്ചിരിക്കാമെന്ന് സങ്കല്പിച്ചത് എഴുതിയിട്ടുണ്ട്. നീ ഇവളെ കുറിച്ച് എന്നാ പറയുന്നത്? എന്നാ പറയണ്ടേ? ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാൽ പറയും. പിന്നെ ഇനി വേറെ വല്ലവരും പറയണം. അപ്പൊ ബ്രാക്കറ്റിൽ എഴുത്തുകാരൻ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, യേശുവിനെ കൊടുക്കാൻ ഇവനെ കുറ്റം ചുമത്താനാ വന്നത്. എന്ന് പറഞ്ഞാൽ ഉത്തരം മുട്ടിക്കാനാ വന്നത്. ഉത്തരം മുട്ടിക്കാനാ വന്നത്. അതെങ്ങനെ ഉത്തരം മുട്ടെന്ന് പറയാം? എറിഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ
ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നെന്നുള്ള കാര്യം മിണ്ടി പോകരുത്. പിന്നെ മിണ്ടാൻ നോക്കുക. എറിയണ്ട എന്ന് പറഞ്ഞ അവൻ ന്യായപ്രമാണത്തെ അവഗണിച്ചു. ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിക്കാനാണ് വന്നത്. ആദ്യം വചനമുണ്ടായിരുന്നു. ആകാശവും ഭൂമിയും മാറിയാലും ഈ വചനത്തിൽ ഒരു പുള്ളി മാറത്തില്ല, വള്ളി മാറത്തില്ല എന്നൊക്കെ പറയുന്ന ഈ ആള് പരസ്യമായി ന്യായപ്രമാണം ലംഘിച്ച ആളെ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ലംഘിയാവും. എറിഞ്ഞോളാൻ പറഞ്ഞാൽ അവൻ ഭാവിയുടെ രക്ഷകനാകത്തില്ല. എന്തുത്തരം പറയാ? ഇവരാലോചിച്ചു, ഒരു ഉത്തരവും പറയില്ല. ബൊമ്പേർക്ക് നമുക്കൊന്ന് കാണാം. പക്ഷെ അവരാ വേർത്തെ, അവര് ശരിക്ക് വേർത്തെ, അവര് ജനിച്ചിട്ടിതുപോലെ വേർത്തെ. എന്താണ് ഇതിനകത്തെ ദൂത്? ആത്മീയ സന്ദേശം. ആരും ഉത്തരം പറയാത്ത ഒരു ചോദ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ക്രൈസ്റ്റ് ഈസ് ദ ആൻസർ. ഞങ്ങൾക്ക് എല്ലായിടത്തും പറയാനുള്ള ദൂത് ഇതാണ്: ഏക ഉത്തരം ക്രിസ്തു, ഏക ഉത്തരം ക്രിസ്തു, ഏക ഉത്തരം ക്രിസ്തു. വെറുതെ പറഞ്ഞു വിടുകല്ല. ഈ സന്ദേശം വ്യക്തിപരമായി നിങ്ങളെ തൊട്ടു പറയാം, വിരൽ ചൂണ്ടി പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരം മുട്ടിക്കുന്ന ആ ചോദ്യം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ഒരു ഉത്തരം അവന്റെ കയ്യിലുണ്ട്. നിനക്കതിന് ഉത്തരമില്ല, നിന്റെ ഭർത്താവിന് അതിന് ഉത്തരമില്ല, നിന്റെ വീട്ടുകാർക്ക് അതിന് ഉത്തരമില്ല, മനഃശാസ്ത്രജ്ഞന് അതിന് ഉത്തരമില്ല, മന്ത്രവാദിക്ക് അതിന് ഉത്തരമില്ല, രാഷ്ട്രീയക്കാരുടെ പക്കൽ അതിന് ഉത്തരമില്ല. യേശുവിന്റെ പക്കൽ അതിന് ഉത്തരമുണ്ട്. ചെറുവക്കൽ കൺവെൻഷൻ വന്ന സഹോദരി, ഉത്തരമില്ലാത്ത ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതാ ഉത്തരമായവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവനാണ് ആൻസർ, അവനാണ് ഉത്തരം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ മറുപടിയുമായി നിങ്ങൾ മടങ്ങിപ്പോകും. ഇന്ന് രാത്രി നിങ്ങളൊരു മറുപടിയുമായി പോകും. ഈ യാഗത്തിൽ വന്ന എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ ഇന്ന് ഒരു ഉത്തരം വാങ്ങിക്കൊണ്ട് പോകും. ദൈവത്തിൽ നിന്നൊരു മറുപടിയുമായി ഞാൻ ഇന്ന് രാത്രി മടങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുഭവമുണ്ടോ ഉത്തരമില്ലാത്ത ചോദ്യത്തിന് യേശു ഉത്തരം തന്നതായിട്ട്? ഉത്തരം മുട്ടിയ സന്ദർഭങ്ങളിൽ കർത്താവ് മറുപടി തന്നതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അങ്ങനെ അനുഭവമുണ്ടോ? അതെ, ആ അനുഭവമാണ് ഇന്നിവിടെ പ്രസംഗിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്നത്. ആ അനുഭവമാണ് ഇന്നിവിടെ പാടുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നത്, ഇന്നിവിടെ ആരാധിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നത്. അവൻ നൽകിയ ഉത്തരമല്ലാതെ എന്തുണ്ട് ജീവിതത്തിൽ? ലോകം കുറച്ച് ചോദ്യം മാത്രം തരും. യേശു ഉത്തരം തരും. ജന്മനാ അന്ധനായി ജനിച്ച ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കൊണ്ട് അവിടെ നിന്ന് ആളുകൾ യേശുവിനോട് ചോദിച്ചു, ഇവൻ ഇങ്ങനെ ജനിക്കാൻ എന്താ കാരണം? ഇവനാണോ അവന്റെ അപ്പന്മാരാണോ? ഉത്തരമില്ല ചോദ്യത്തിന്. ആ ചോദ്യത്തിന് ഉത്തരമില്ല. യേശുവിന്റെ മറുപടി, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ ഇങ്ങനെ സംഭവിച്ചു. എന്നെ അതിൽ നിന്ന് ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു. ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും മാനുഷികമായ ഒരു മറുപടി നിനക്ക് കിട്ടുന്നില്ലെങ്കിൽ കർത്താവിന് പറയാനുള്ളത്, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അത്രേ ഇങ്ങനെ സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, പ്രശ്നം പരിഹരിക്കുന്നതിൽ അവൻ നിസ്തുലനാണ്. പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ കുടുംബങ്ങൾ കുഴയുന്നു. ഭാര്യ